വളരെ ഗൗരവത്തോടെ ക്രിസ്തീയ ജീവിതം നയിക്കുന്ന ഒരു പയ്യനെ അറിയാം. അവൻ ഇന്നലെ എന്നെ വിളിച്ചിരുന്നു. എന്നിട്ട് ഒരു ചോദ്യം ചോദിച്ചു. അവൻ്റെ ഒരു കസിൻ ഒരു ഹിന്ദു പയ്യനെ കെട്ടാൻ പോവാം. അപ്പോൾ അവൻ ചോദിച്ചത്, അവളുടെ ആത്മാവ് രക്ഷപ്പെടുമോ, അവൾക്ക് സ്വർഗം കിട്ടുമോ? അപ്പോൾ ഞാൻ പറഞ്ഞു, എടാ ഇവളെനിക്ക് നന്നായിട്ട് അറിയാം, ഈ ഒരു കാരണം പറഞ്ഞുകൊണ്ട് ഈശോ എന്തായാലും സ്വർഗ കവാടം അവൾക്കെതിരെ അടക്കില്ല. പിന്നെ ദൈവത്തിൻ്റെ കസേരയിലിരുന്ന് മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യാൻ നമ്മൾ ആരാണ്? അപ്പോൾ അവൻ എന്നോട് ചോദിച്ചു, അങ്ങനെയെങ്കിൽ പിന്നെ എങ്ങനെയൊക്കെ ജീവിച്ചാൽ പോരാച്ച? ഈ ഒരു ചോദ്യം വളരെ ഏജ് ഓൾഡ് ചോദ്യമാണ്. വർഷങ്ങൾക്ക് മുമ്പേ ആൾക്കാർ ചോദിക്കുന്ന ചോദ്യമാണ്. ധൂർത്തപുത്രൻ്റെ ഉപമയിൽ മൂത്ത മകൻ അപ്പനോട് ചോദിക്കുന്ന ചോദ്യമാണ്. ഒരു കുശുമ്പുള്ള ചോദ്യമാണത്. എന്താണ്? ഈ ഇളയവൻ അവന് സ്വത്ത് മുഴുവൻ ധൂർത്തടിച്ച് വേശ്യകളിലൂടെ നടന്ന് തിരിച്ചു വന്നിട്ട് നീ അവന് വേണ്ടി ഒരു കാളക്കുട്ടിയെ കൊന്ന് പാർട്ടിയെ കൊടുത്തു. ഞാനെന്നും നിൻ്റെ കൂടെ ഉണ്ടായിരുന്നില്ല, എന്നിട്ട് എനിക്കും കൂട്ടുകാർക്ക് വേണ്ടി നീ ഒരു പാർട്ടി പോലും തന്നില്ലല്ലോ. ഒരു കുശുമ്പുണ്ട് ആ ചോദ്യത്തിൽ. ഇതേ ഒരു ചോദ്യം തന്നെയാണ് ഇന്നത്തെ ഗോസ്പലിൽ കാണുന്നത്. യോഹന്നാൻ്റെ ശിഷ്യന്മാർ ഈശോയോട് പറയാണ്, ഞങ്ങൾ ഫരിസേയരൊക്കെ ഉപവസിക്കുന്നുണ്ടല്ലോ, പക്ഷെ നിൻ്റെ ശിഷ്യന്മാർ ഉപവസിക്കുന്നില്ലല്ലോ. അപ്പോൾ ഈശോക്ക് അതിൻ്റെ അകത്തുള്ള കുശുമ്പ് മനസ്സിലായി. എന്നാൽ ഈശോ അതിൻ്റെ പേരിൽ അവരെ വഴക്ക് പറയുന്നില്ല. ഈശോ പറയുന്നത്, ഞാൻ മണവാളനാണ്, ഞാൻ അധികം നാൾ അവിടെ കൂടെ ഉണ്ടാവില്ല, അത് കഴിയുമ്പോൾ അവർ ഉപവസിച്ചോളും. ഇപ്പോൾ ഫാസ്റ്റിംഗ് വേണ്ട എന്നല്ല ഈശോ പറയുന്നത്, അവർ ഉപവസിക്കുന്നൊരു കാലം വരും. എന്നിട്ട് കൃത്യമായൊരു വൈൻ സ്കിന്നിൻ്റെയും കുപ്പായത്തിൻ്റെയൊക്കെ ഒരു മെറ്റഫറാണ് ഈശോ കൊടുക്കുന്നത്. ഇന്നത്തെ ഗോസ്പൽ വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കിങ്ങനെയാണ് പ്രാർത്ഥിക്കാൻ തോന്നിയത്. ഈശോയെ, ഞാൻ പഴയ തോൽക്കുടമാണ്, അങ്ങനെയെങ്കിൽ നീ എന്നെ ഒന്ന് റിന്യൂ ചെയ്യ്, എന്നിട്ട് നിൻ്റെ പുതിയ വീഞ്ഞ് എന്നെ നിറയ്ക്കുക പ്ലീസ്.